കഴിഞ്ഞ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശരിക്കും BJPയെ വിറപ്പിച്ചു എന്നുള്ളതാണ് സത്യം. യോഗി ആദിത്യനാഥിനെതിരെ ശക്തമായ ഭിന്നാഭിപ്രായങ്ങൾ UP BJPക്കകത്ത് ഉണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. RSSന്റെ ഏറ്റവും വത്സലപുത്രനും കൂടിയാണ് ഈ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്നത്. ഈ പ്രതിപക്ഷ കക്ഷികളുടെ വോട്ട് ബാങ്ക് ആയിട്ടുള്ള ദളിത് മുസ്ലിം വോട്ടുകളിലേക്ക് അല്ലെങ്കിൽ ആ വോട്ടുകളിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവണം. ഈ വോട്ടുകളിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മായാവതിയെ പോലെയുള്ള ഒരാളെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. മായാവതിയെ സംബന്ധിച്ചിട്ട് പറഞ്ഞാൽ മായാവതി കരുത്തയായ ഒരു ലീഡർ തന്നെയാണ്. അതിനകത്തൊന്നും ആർക്കും തർക്കമില്ല. അവിടുത്തെ മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കാനാണ് എന്നുള്ള യാഥാർത്ഥ്യം അവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ SP-ക്കും അതോടൊപ്പം തന്നെ കോൺഗ്രസിനും സാധിക്കാത്ത പക്ഷം 2027 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അവിടെ BJP തന്നെ അധികാരത്തിൽ വരുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരും. നമസ്കാരം. ഇപ്പോൾ മായാവതി വീണ്ടും ഇലക്ഷനിലോട്ടെല്ലാം വീണ്ടും പ്രചരണത്തിന് ഇറങ്ങുന്നുണ്ട്. അടുത്ത നിയമസഭ ഇലക്ഷൻ വെച്ചുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയിലൊന്നും ചേരാത്തൊരു പാർട്ടിയാണ് ഈ BSP. അതുപോലെ തന്നെ പ്രതിപക്ഷത്തായി നിൽക്കുന്നതാണ് SP, സമാജ്വാദി പാർട്ടി. ഒരുപാട് നേട്ടമുണ്ടാക്കിയ പാർട്ടിയാണ് SP കഴിഞ്ഞ ലോക്സഭയിലെല്ലാം. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ മായാവതി വീണ്ടും കണ്ടസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ച് ആദിവാസി വിഭാഗങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ഒരു വിഭാഗം കൂടിയാണ് BSP. അപ്പോൾ അത് എങ്ങനെയാണ് കോൺഗ്രസിനെയും SP പോലുള്ള സഖ്യകക്ഷികളെ ബാധിക്കാൻ പോകുന്നത്? കഴിഞ്ഞ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശരിക്കും BJPയെ വിറപ്പിച്ചു എന്നുള്ളതാണ് സത്യം. ആര്? സമാജ്വാദി പാർട്ടിയും അതോടൊപ്പം തന്നെ കോൺഗ്രസും തന്നെ. BJPയേക്കാൾ കൂടുതൽ സീറ്റ്, അതായത് 37 സീറ്റ് SP-ക്ക് ഉത്തർപ്രദേശിൽ നേടാൻ വേണ്ടി സാധിച്ചു. കോൺഗ്രസിന് ഏകദേശം 6 സീറ്റുകളിലും അവിടെ വിജയം നേടാനായിട്ട് സാധിച്ചു. തൊട്ടു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ കൃത്യമായ ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ്, കേവല ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് BJP അധികാരത്തിൽ വന്നത്. 258 സീറ്റ് നിയമസഭയിലേക്ക് നേടിക്കൊണ്ട് തന്നെയാണ് അധികാര തുടർച്ച കൊണ്ടുവന്നത്. അതിനുശേഷം പിന്നീട് നടന്നിട്ടുള്ള സംഭവങ്ങൾ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ യോഗി ആദിത്യനാഥിനെതിരെ ശക്തമായ ഭിന്നാഭിപ്രായങ്ങൾ UP BJPക്കകത്ത് ഉണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഈ യോഗി ആദിത്യനാഥിനെ ഭാവി പ്രധാനമന്ത്രിയൊക്കെ ആയിട്ട് മീഡിയകളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നുണ്ട്. RSSന്റെ ഏറ്റവും വത്സലപുത്രനും കൂടിയാണ് ഈ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്നത്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വരും യോഗി ആദിത്യനാഥ് എന്നൊക്കെ കരുതിയിരിക്കുന്ന സമയത്താണ് BJPയുടെ ഉത്തർപ്രദേശ് ഘടകം പ്രസിഡന്റായിട്ടുള്ള ഭൂപേന്ദ്ര സിംഗ് ഒക്കെ യോഗി ആദിത്യനാഥിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളൊക്കെ ആയിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ സാധിക്കത്തില്ല. കാരണം യോഗി ആദിത്യനാഥ് എടുത്തിട്ടുള്ള ചില നടപടികൾ, അവിടെയുള്ള ഈ ജന്മി ഗുണ്ടായിസം എന്ന് പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ദളിതർക്ക് നേരെയൊക്കെ വന്ന ഏത് സമയത്തും വന്ന് ഗുണ്ടായിസം കാണിക്കുക, തെരുവിൽ ഗുണ്ടായിസം കാണിക്കുന്ന ഒരു ഏർപ്പാടൊക്കെ UPയിലുണ്ട്. അത് സർവ്വസാധാരണമായിരുന്നു. പക്ഷേ അവിടങ്ങളിലൊക്കെ ഒരു ഗുണ്ട എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ബുൾഡോസർ ഉപയോഗിച്ച് വീട് ഇടിച്ച് നശിപ്പിച്ച് കളയുന്ന രീതിയിലൊക്കെയുള്ള വ്യത്യസ്തമായ നിലപാടുകളൊക്കെ സ്വീകരിച്ച ഒരു മുഖ്യമന്ത്രി തന്നെയാണ് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ചില യോഗി ആദിത്യനാഥിന്റെ ചില പ്രവർത്തനങ്ങൾ BJPയുടെ പല സവർണ നേതാക്കന്മാരെയും യോഗി ആദിത്യനാഥിനെ എതിരാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ഭൂപേന്ദ്ര സിംഗ് ആണെങ്കിലും കേശവ് പ്രസാദ് മൗര്യ ഡെപ്യൂട്ടി CM ആണ്. ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് തന്നെ ഏറ്റവും കൂടുതലായിട്ട് യോഗി ആദിത്യനാഥിനെതിരെ രംഗത്ത് വന്നിരുന്ന രണ്ടാളുകളാണത്. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു അവിടെ വളരെ വലിയൊരു പിളർപ്പുണ്ടാകും എന്നുവരെ പലരും ചിന്തിച്ചിരുന്നു. ഈ സമയത്താണ് കേന്ദ്ര നേതൃത്വം ഇടപെടുകയും അടുത്ത പ്രാവശ്യം, അതായത് 2027 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിക്കില്ല എന്നുള്ള ഒരു ഉറപ്പ്, ആ ഉറപ്പിന്മേലാണ് ഇപ്പോൾ ഈ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള കേശവ് പ്രസാദ് മൗര്യയും സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ഭൂപേന്ദ്ര സിംഗ് ഒക്കെ വളരെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് എന്ന് നമ്മൾ കരുതണം. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ 2027 BJPയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഈ UP നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. UP നഷ്ടപ്പെട്ടാൽ പിന്നെ BJPക്ക് ഇന്ത്യ നഷ്ടപ്പെടുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ എന്തു വില കൊടുത്തും അവർക്ക് UP നിലനിർത്തിയേ പറ്റൂ. ഇപ്പോഴത്തെ നിലവിലത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ പ്രചരണ പരിപാടികളൊക്കെയാണ് UPയിൽ ഇരു മുന്നണികളും, അതായത് NDA ആണെങ്കിലും ഇന്ത്യ സഖ്യമാണെങ്കിലും കാഴ്ചവെച്ചിട്ടുള്ളത്. ഒരവസരത്തിൽ നമ്മൾ കണ്ടതാണ്, UPയിലെ വാരണാസിയിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 10,000 വോട്ടിനടക്കം പിന്നിൽ പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിയർത്ത് വിജയിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. വാരണാസിയിൽ ഏതെങ്കിലും കാരണവശാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാജയപ്പെട്ടിരുന്നെങ്കിലത്തെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി.
പിന്നെ മുഴുവൻ സീറ്റിലും ബി ജെ പി ജയിച്ചാലും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ള നരേന്ദ്രമോദി വാരണാസിയിൽ തോറ്റുപോയിരുന്നുവെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടാകുമായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം, അതായത് കറക്റ്റായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ റിയാലിറ്റിയെ ഉൾക്കൊണ്ടുകൊണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിട്ട് ഇതിനൊരു ബദൽ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. നിലവിൽ പ്രതിപക്ഷ കക്ഷികൾ, അതായത് ഇപ്പോൾ എസ് പിയും അതോടൊപ്പം തന്നെ കോൺഗ്രസും മറ്റ് ചെറിയ ഘടകകക്ഷികളൊക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു മുന്നേറ്റം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ മുന്നേറ്റത്തെ തടയിടണം എന്നുണ്ടെങ്കിൽ ഈ പ്രതിപക്ഷ കക്ഷികളുടെ വോട്ട് ബാങ്ക് ആയിട്ടുള്ള ദളിത് മുസ്ലിം വോട്ടുകളിലേക്ക്, അല്ലെങ്കിൽ ആ വോട്ടുകളിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവണം. ഒരിക്കലും ഈ വോട്ട് ബാങ്കുകളിലേക്ക് കടന്നു കയറാൻ സാധിക്കത്തില്ല. അതായത് ദളിത് മുസ്ലിം വിഭാഗങ്ങളുടെ വോട്ടുകളിലേക്ക് കടന്നു കയറാനായിട്ട് ഒരിക്കലും ഈ ബി ജെ പിക്ക് സാധിക്കത്തില്ല. യാദവ് വോട്ടുകളിലേക്കും ഒരു പരിധിക്കപ്പുറം കടന്നു കയറാൻ വേണ്ടിയിട്ട് ബി ജെ പിക്ക് സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ബി ജെ പിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണ്? ഈ വോട്ടുകളിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മായാവതിയെ പോലെയുള്ള ഒരാളെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മായാവതി ലക്നൌവിൽ വെച്ച് നടന്ന ഒരു മീറ്റിംഗ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും എല്ലാം ഒരു യോഗം വിളിച്ചു കൂട്ടിയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബി എസ് പി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പിക്ചറിലേ ഇല്ല. കാരണം ഏകദേശം 30% വോട്ടുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായിട്ട് 10%, 12% വോട്ടിലേക്ക് ചുരുങ്ങി എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്ക് മായാവതി പൊളിറ്റിക്സ് അവസാനിപ്പിച്ച ഒരു നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്നെല്ലാം പെട്ടെന്നൊരു മാറ്റം വരുന്നു. മായാവതിയുടെ ആരോഗ്യാവസ്ഥ വരെ വളരെ മോശമായി എന്നുള്ള രീതിയിലാണ് വാർത്താ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കഴിഞ്ഞ ദിവസം മായാവതി പെട്ടെന്ന് തന്നെ ഒരു പാർട്ടി നേതാക്കന്മാരുടെ എല്ലാം യോഗം ചേരുന്നു. യോഗം ചേർന്നതിന് ശേഷം ഈ വരുന്ന ഒക്ടോബർ 9 കാൻഷിറാമാണ് ബി എസ് പിയുടെ സ്ഥാപക നേതാവ് എന്ന് പറയുന്നത്. അപ്പോൾ കാൻഷിറാമിൻ്റെ ഒരു അനുസ്മരണ സമ്മേളനം നടത്താനും പാർട്ടി വിട്ട് മറ്റു പാർട്ടികളിലൊക്കെ ചേർന്നിട്ടുള്ള ആളുകളെല്ലാം തിരിച്ചു കൊണ്ടുവന്ന് പാർട്ടിയെ വളരെ രീതിയിൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തീരുമാനം മായാവതി ഈ ഒരു സമയത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരേ ഒരു കാരണം, അല്ലെങ്കിൽ ഒരു ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പ്രഷറുണ്ട്. മായാവതി ഉപയോഗിച്ച് മാത്രമേ മായാവതി ഇന്ത്യ സഖ്യത്തിലോ അല്ലെങ്കിൽ എൻ ഡി എ സഖ്യത്തിലോ ചേരാതെ നിഷ്പക്ഷമായിട്ട് അവിടെ യു പിയിൽ മത്സരിക്കുകയും ഈ പറഞ്ഞ മുസ്ലിം ദളിത് വോട്ടുകൾ നേടാനാവുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ വോട്ട് സ്പ്ലിറ്റ് ആവും. അപ്പോൾ ആ ഒരു വോട്ട് സ്പ്ലിറ്റ്, അത് 12.8% എന്ന് പറയുമ്പോഴത്തേക്ക് നിസ്സാര വോട്ടല്ല. അതുകൊണ്ട് നിയമസഭയിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ 12.8% എന്നുള്ളത് അവർ 20%-ത്തിലേക്കൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയുടെ സാധ്യതയോടെ വർദ്ധിക്കുകയാണ്. കാരണം ഈ ദളിത് മുസ്ലിം വോട്ടുകൾ ബി എസ് പി തളർന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പോയിട്ടുള്ളത് എവിടേക്കാണ്? അത് കോൺഗ്രസിലേക്കും അതോടൊപ്പം തന്നെ എസ് പിയിലേക്കൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്ന സമയത്ത് ബി ജെ പിയുടെ ഒരു തുറുപ്പ് ചീട്ടാണ്, അല്ലെങ്കിൽ ബി ജെ പി മറ്റു പല സംസ്ഥാനങ്ങളിലും ഈ അസറുദ്ദീൻ ഒവൈസി എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയൊക്കെ ചില സമയങ്ങളിലൊക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്തിയിരുന്നോ അതേ രീതിയിൽ തന്നെയാണ് ബി എസ് പിയെ ഉത്തർപ്രദേശിൽ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഉത്തർപ്രദേശിൽ ഒരു കാരണവശാലും മായാവതി എസ് പി സഖ്യത്തിലേക്ക് വരത്തില്ല, അത് ഇന്ത്യ സഖ്യത്തിലേക്ക് വരത്തില്ല. ഒരു കാരണവശാലും അവർ ബി ജെ പി സഖ്യത്തിലേക്ക് പോകത്തുമില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കൃത്യമായിട്ട് അവിടെ വോട്ടിൽ സ്പ്ലിറ്റ് ഉണ്ടാവും. ഈ സ്പ്ലിറ്റ് നേട്ടമുണ്ടാക്കുക ആർക്കാണ്? ബി ജെ പിക്കാണ്. ബി ജെ പിയിലെ അന്തഛിദ്രങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് അവർ ഉൾക്കൊണ്ട് കഴിഞ്ഞു. 2027 തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും യോഗി ആദിത്യനാഥ് ആയിരിക്കില്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരിക. പുതിയതായിട്ടുള്ള ആരെങ്കിലും ഒരാളെ, അത് RSS ആയിരിക്കും തീരുമാനിക്കുക. RSS ഒരാളെ തീരുമാനിക്കും. അത് ഡൽഹിയിൽ നിന്നാവാം, ഉത്തർപ്രദേശിൽ നിന്നാവാം, എവിടെ നിന്ന് വേണമെങ്കിലും ആകാം. ഒരാൾ വരികയും അവിടെ മുഖ്യമന്ത്രിയാകുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കാണേണ്ടി വരും. യോഗി ആദിത്യനാഥും വന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പം നിലവിൽ യു പിയിലുള്ളത്. യു പിയിൽ നിന്ന് ജയിച്ചു കയറി വന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപ്പോൾ ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ ഒരു മീറ്റിംഗിൽ പറഞ്ഞായിരുന്നു വാരാണസിയിൽ BJP എങ്ങനെയാണ് തരികട കാട്ടി ജയിച്ചതെന്നുള്ള കാര്യങ്ങളെല്ലാം രാഹുൽ ഗാന്ധി ഇന്ന് മോദിയുടെ 75-ാം വയസ്സായ ഇന്ന് പുറത്തുവിടുന്നൊരു കാര്യം കൂടിയും പറഞ്ഞായിരുന്നു. വോട്ട് ചോരയെക്കുറിച്ചായിരിക്കും ഒരു പക്ഷേ രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ചില സംശയങ്ങൾ ഉണ്ടാകുന്ന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2019 തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി അമേത്തിയിൽ സ്മൃതി ഇറാനിയോട് പരാജയപ്പെടുന്നു. ഈ സ്മൃതി ഇറാനിയോട് പരാജയപ്പെടുന്ന സമയത്തുള്ള വോട്ടെണ്ണൽ, ഈ വോട്ടെണ്ണലിൻ്റെ തുടക്കത്തിൽ രാഹുൽ ഗാന്ധി 55,000-ഓളം വോട്ടിന് തുടക്കത്തിൽ ലീഡ് ചെയ്തിരുന്നു. അതിനുശേഷം അവിടെ പോളിംഗ് ബൂത്തിൽ സ്മൃതി ഇറാനിയും സംഘവും പ്രശ്നമുണ്ടാക്കുന്നു, വോട്ടെണ്ണൽ നിർത്തിവെക്കുന്നു. ഈ വോട്ടെണ്ണൽ നിർത്തിവെച്ചതിന് ശേഷം പിന്നീട് കൗണ്ടിംഗ് പുനരാരംഭിക്കുന്ന സമയത്ത് സ്മൃതി ഇറാനി ബഹുദൂരം മുൻപിൽ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അവിടെ വോട്ട് ചോരി നടന്നിട്ടുണ്ടെന്നുള്ളൊരു ആരോപണവും നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്നില്ല. പക്ഷേ എന്തോ ചിലത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് വ്യക്തമാണ്. സമാനമായിട്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിട്ട് രാഹുൽ ഗാന്ധിക്ക് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചൊക്കെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ള വോട്ട് ചോറി ആരോപണങ്ങൾ, അതിൽ അദ്ദേഹം തെളിവ് സഹിതമാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ വീട്ടിൽ ഇത്ര ആളുകൾ, ഈ വീട്ടിൽ ഇത്ര ആളുകൾ, ഒരു മുറി മാത്രമുള്ള വീട്ടിൽ 80ഓളം ആളുകൾ താമസിക്കുന്നു, ഇതെന്താണിത് എന്നൊക്കെ രാഹുൽ ഗാന്ധി ഈ പൊതുസമൂഹത്തോട് ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി, ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള മറുപടിയും അദ്ദേഹത്തിന് കിട്ടുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഈ
യു പിയുടെ പ്രത്യേക നമ്മളിപ്പോൾ കുറച്ച് മുമ്പേ BSPയുടെ കാര്യം പറഞ്ഞ സമയത്ത് നമ്മളൊരു കാര്യം പറയാൻ വേണ്ടി മറന്നുപോയി. അതെന്താണെന്നറിയോ, ഈ കഴിഞ്ഞ പ്രാവശ്യവും BJP സമാനമായ രീതിയിൽ തന്നെ BSP ഉപയോഗിച്ചിരുന്നു. അതായത് അവിടുത്തെ യു പിയിലെ മുസ്ലിം വോട്ടുകൾ സ്പ്ലിറ്റ് ആവാൻ വേണ്ടിയിട്ട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതായത് മായാവതി നിർത്തിയിരുന്ന സ്ഥാനാർത്ഥികൾ 35 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുസ്ലിം മൈനോറിറ്റിക്കിടയിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. മൊത്തം 80 സീറ്റ് ആണ് യു പിയിൽ പാർലമെൻറ്റിലേക്കുള്ളത്. ഇതിനകത്ത് 35 സീറ്റിലും BSP മുസ്ലിം കാൻഡിഡേറ്റിനെ നിർത്തിയതോടുകൂടി SP-ക്കോ കോൺഗ്രസിനോ ഒക്കെ ലഭിക്കേണ്ടിയിരുന്ന വലിയൊരു ശതമാനം വോട്ട് അവിടെ പിടിക്കാനായിട്ട് BSPക്ക് സാധിച്ചു. അത് കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെയും SP-യുടെയും ഒക്കെ വിജയത്തെ തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. ഏതൊക്കെയാലും യു പിയിൽ ഈ BSPയുടെ തിരിച്ചുവരവ് അല്ലെങ്കിൽ BSP വളരെ സജീവമാകാൻ വേണ്ടി പോവുകയാണ്. മായാവതിയെ സംബന്ധിച്ചിട്ട് പറഞ്ഞാൽ മായാവതി കരുത്തയായ ഒരു ലീഡർ തന്നെയാണ്. അതിനകത്തൊന്നും ആർക്കും തർക്കമില്ല. ഈ കാൻഷിറാം ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ള ദളിത് രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ വലിയൊരു ആശയമാണ്. അവിടുത്തെ ദളിതർക്ക് വേണ്ടിയിട്ട് കാൻഷിറാം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, അവകാശ സമരങ്ങൾ, ഇതിനൊന്നും നമുക്ക് കാണാതിരിക്കാൻ വയ്യ. പക്ഷേ മായാവതി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നടത്തിയിട്ടുള്ള അഴിമതികൾ, കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഉത്തർപ്രദേശിൽ നടന്നിട്ടുള്ളത്. കാരണം എന്തെങ്കിലുമൊക്കെ തരത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങളൊക്കെ മായാവതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും, ദളിത് ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ മായാവതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇന്ത്യൻ ജനതയ്ക്ക് മുമ്പിൽ ഒരു അഴിമതിക്കാരിയായിട്ടുള്ളൊരു മായാവതിയെയാണ് പിന്നീട് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കാരണം ഇവർ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് സംസ്ഥാനത്ത് ഇവരുടെ പ്രധാന ഹോബി എന്ന് പറയുന്നത് വികസനമല്ലായിരുന്നു. അതായത് മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങളായിട്ടുള്ള ഭക്ഷണം, വസ്ത്രം, ഭവനം, ഇതൊന്നുമല്ല ഇവർക്ക് പ്രാധാന്യം നൽകിയത്, അല്ലെങ്കിൽ തൊഴിൽ, ഇതിനൊന്നും അല്ല അവർ പ്രാധാന്യം കൊടുത്തത്. അവർ പ്രാധാന്യം കൊടുത്തത് അവരുടെ ചിഹ്നം ആനയാണ്. ആനയുടെ പ്രതിമ ഉത്തർപ്രദേശിലെ എമ്പാടും സ്ഥാപിക്കുക എന്ന ഒരു ലക്ഷ്യത്തിനപ്പുറത്തേക്ക് മറ്റൊരു വികസന അജണ്ട ഈ മായാവതിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മായാവതിയുടെ പരാജയത്തിന് കാരണം. പിന്നീട് ഈ പവർ പൊളിറ്റിക്സ്, മണി പൊളിറ്റിക്സ്, ഇതിലേക്ക് മായാവതി മാറിപ്പോയി. മായാവതി ദളിത് വിഭാഗങ്ങളെ മറന്ന് പൊളിറ്റിക്കൽ മാനിപ്പുലേഷനിലേക്ക് കടന്നതോടുകൂടിയാണ് മായാവതിയുടെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചത്. ഇപ്പോൾ വീണ്ടും BJP നൽകുന്ന ഊർജ്ജം, BJP ഒരു പക്ഷേ ഇവർക്ക് പണം നൽകുന്നുണ്ടാവാം, ഇവരുടെ മേലുള്ള അഴിമതി കേസുകൾ വെച്ച് ഇവരെ ത്രെട്ട് ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ടൊക്കെ തന്നെ വീണ്ടും BSPക്കും മായാവതിക്കും ഉത്തർപ്രദേശിൽ സജീവമായേ പറ്റൂ. പക്ഷേ മായാവതി ഉത്തർപ്രദേശിൽ ഇറങ്ങുന്നത് അവിടുത്തെ മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കാനാണ് എന്നുള്ള യാഥാർത്ഥ്യം അവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ SP-ക്കും അതോടൊപ്പം തന്നെ കോൺഗ്രസിനും സാധിക്കാത്ത പക്ഷം 2027 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അവിടെ BJP തന്നെ അധികാരത്തിൽ വരുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരും.